ഹലോ, വീണ്ടും നമ്മുടെ അടുത്ത ഓണക്കാലം ഇങ്ങെത്തിയിട്ടുണ്ട്. ഓണം വന്നാൽ നമുക്ക് സദ്യയാണല്ലോ മുഖ്യം. അപ്പം സദ്യക്ക് തൊടുകറികളുടെ രാജാവ് ഇഞ്ചിക്കറിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് അതിന് നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചു. കുറച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളതിലേക്ക് തേങ്ങായും ഒരു കഷ്ണം ഇഞ്ചി കുത്തിയതും 2 കൊച്ചുള്ളി അരിഞ്ഞതും കരിയാപ്പിലയും കൂടെ ഇട്ട് നന്നായി ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങയൊക്കെ നല്ലതായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കണം. ആദ്യം വെള്ളം ചേർക്കരുത്. അത് മിക്സിയിൽ ഇതുപോലെ പൊടിച്ചെടുക്കണം. അതിന് ശേഷം വെള്ളം ചേർത്ത് അരയ്ക്കാവും. അപ്പം ഇത് ഇനി വഴറ്റാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇഞ്ചി, അതുപോലെ കൊച്ചുള്ളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇത്രയും ഇത് നമ്മൾ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. കൂടാതെ നമ്മൾ പുളി നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം. പിഴുപുളിയാണേ. അപ്പം ചട്ടി അടുപ്പേ വെച്ചു. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. ആദ്യമേ നമ്മൾ തേങ്ങ ഇട്ടൊന്ന് കളറ് മാറി വന്നിട്ട് കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളകും കരിയാപ്പിലയും ചേർത്ത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. അത് നല്ലതായിട്ട് മൂത്ത് വരണം. അത് ബ്രൗൺ കളറാവുന്നിടം വരെ. ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി വർഗ്ഗങ്ങൾ ചേർക്കാം. നല്ല 2 സ്പൂണ് കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. മുളക് പൊടി എടുക്കുന്നുണ്ട്. അതുപോലെ 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് ഉലുവാപ്പൊടി, ലേശം കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ ആ പൊടി വർഗ്ഗത്തിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോഴത്തേനും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് വേകണം. വേകാൻ ആവശ്യമായ വെള്ളവും ചേർത്തൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തു. മിക്സി കഴുകിയ വെള്ളവും ചേർത്ത് അതൊന്ന് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. കുറുകി വരുമ്പം ഉപ്പുണ്ടോ നോക്കി ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നീട് ഒരു 1/2 സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ.